പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം എത്രയും വേഗം സിബിഐക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി. വിജ്ഞാപനത്തിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാർ സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. സാങ്കേതിക നടപടിക്രമങ്ങൾ വൈകുന്നത് അന്വേഷണം ആരംഭിക്കാൻ തടസ്സമാണോ എന്നും കോടതി ചോദിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതിവേഗം അന്വേഷണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വൈകുന്നതിൽ ആരാണ് ഉത്തരവാദിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണം സിബിഐക്ക് വിട്ട് മാർച്ച് 9 ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനമിറക്കിയെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു. രേഖകൾ കൈമാറുന്നതിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നുവെന്ന് ടി ജയപ്രകാശിന്റെ അഭിഭാഷകൻ. സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണല്ലോ ബാക്കിയെന്നും ഇത് അന്വേഷണം ഏറ്റെടുക്കാൻ തടസ്സമാണോ എന്നും ഹൈക്കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയാൽ അന്വേഷണം ആരംഭിക്കാമെന്ന് സിബിഐ അഭിഭാഷകൻ. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം നിരസിക്കാൻ സിബിഐക്ക് അധികാരമില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരിഭാഷപ്പെടുത്തിയ രേഖകൾ വൈകുന്നത് അന്വേഷണം ഏറ്റെടുക്കാൻ തടസ്സമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. കാലതാമസം അന്വേഷണത്തെ ബാധിക്കും. കാലതാമസം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ല. എന്ത് അനീതിയാണ് ഇരയ്ക്ക് നേരിടേണ്ടി വന്നതെന്ന് അറിയണമെന്നും ഹൈക്കോടതി. സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് കൈമാറി എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്ന വിജ്ഞാപനത്തിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജി അടുത്ത ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.